നമസ്കാരം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യം കൂടുതൽ കിരാതമായ പ്രവർത്തനങ്ങളും നരവേട്ടയും ശക്തമാക്കിയേക്കാമെന്നാണ് ഒടുവിലത്തെ വിവരങ്ങൾ വ്യക്തമാകുന്നത്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമെതിരെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമായി തുടരുമെന്ന് കരസേനാ മേധാവി അസിം മുനീർ വ്യാഴാഴ്ച വളരെ വീറോടെ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ അഴിമതിയും ഭരണപരാജയവും പൂർണ്ണമായി മൂടിവെക്കാൻ എന്ത് പുകിലുണ്ടാക്കാനും മടിക്കാത്ത ഈ സൈനിക ജനറലിന്റെ വർത്തമാനങ്ങൾ കേവലം പുച്ഛത്തോടെയും അവജ്ഞതയോടെയും മാത്രമേ ഇന്ന് വിവരമുള്ളവരാരും നോക്കിക്കാണുകയുള്ളൂ. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും മുഖം മൂടി അണിഞ്ഞ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ വേട്ടയാടുന്ന ഇത്തരക്കാരുടെ തനിനിറം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മണ്ണിലെ കലാപങ്ങളെ നേരിടാൻ കഴിവില്ലാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഈ കുടില ബുദ്ധി ഏത് കാലത്താണ് ഇവിടെ അവസാനിക്കുക? ഇന്ത്യയെ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ പിന്തുണയുള്ള ഏതൊരു തീവ്രവാദി സംഘടനയെയും രാജ്യത്തിന്റെ സായുധ സേന നിലംപരിശാക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വലിയ അവകാശവാദം. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേറെ ആരുടെയും ആവശ്യമില്ല. പാകിസ്ഥാന്റെ സ്വന്തം മണ്ണിൽ വളർന്നു പന്തലിച്ച ഭീകരവാദികളെ നിയന്ത്രിക്കാൻ യാതൊരു കഴിവുമില്ലാതെ വരുമ്പോൾ എല്ലാത്തിനും ഇന്ത്യയുടെ മേൽ കുതിര കയറുന്ന ഈ പതിവ് തന്ത്രം വളരെ പണ്ടേ കാലഹരണപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജനങ്ങളെ തോക്കിന് മുന്നിൽ നിർത്തി അധികാരം നിലനിർത്താൻ നോക്കുന്ന ഇവർ എന്ത് സമാധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സ്വന്തം രാജ്യത്ത് പൗരന്മാർ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ നട്ടം തിരിയുമ്പോൾ സൈന്യത്തിന്റെ ആയുധ ശക്തി കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ഇവർ നോക്കുന്നത്. ഈ പൊള്ളയായ വീരവാദങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇന്ന് പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നത് ഈ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം ഇതിനകം തന്നെ നടത്തുന്നത് സമാനതകളില്ലാത്ത നരവേട്ടയാണ് എന്നത് പരസ്യമായ സത്യമാണ്. വിമതർക്കെതിരെയുള്ള കാവൽ നടപടി എന്നാണ് പാക് പട്ടാളം ഇതിന് പേരിട്ടിരിക്കുന്നത് എങ്കിലും അവിടുത്തെ പാവം സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇവർ ക്രൂരമായി ഉപദ്രവിക്കുന്നതെന്ന് നാട്ടുകാർ ഒറ്റക്കെട്ടായി സാക്ഷ്യപ്പെടുത്തുന്നു. വീടുകൾ തകർത്തെറിയുകയും ചോദ്യം ചെയ്യുന്നവരെ കാണാതാകുകയും ചെയ്യുന്ന ഈ കിരാത നടപടികൾക്കെതിരെ ലോക മനസാക്ഷി പോലും ഇന്ന് ഞെട്ടലിലാണ്. തൽഫലമായി TTP, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് പോലുള്ള ഗ്രൂപ്പുകളെ വേട്ടയാടുന്നു എന്ന പേരിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ വീണ്ടും കൊടും ക്രൂരതകൾക്ക് ഇരയാക്കാൻ തന്നെയാകും ഇവരുടെ പുതിയ നീക്കം എന്നതും വ്യക്തമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ശത്രുക്കളെ പോലെ കാണുന്ന ഈ സൈന്യം എന്ത് സുരക്ഷയാണ് അവിടെ ഉറപ്പാക്കുന്നത്? സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികളെ ഭീകരവാദികളെന്ന് മുദ്രകുത്തി കൊന്നെടുക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ പോലും മൗനം പാലിക്കുന്ന ഈ നരവേട്ടയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ അവിടുത്തെ ജനത ഇന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യ നേരിടുന്ന അങ്ങേയറ്റം ദയനീയമായ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ, സാമൂഹിക വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ക്രിയാത്മകമായി ചിന്തിക്കുന്നതിന് പകരം രാജ്യമെമ്പാടുമുള്ള കാടന്മാരെ ഒപ്പിച്ചു നടത്തുന്ന സൈനിക പിന്തുണയുള്ള ദേശീയ ബലൂചിസ്ഥാൻ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അസിം മുനീർ തന്റെ വിടുവായത്തങ്ങൾ വീണ്ടും ആവർത്തിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഇത്തരത്തിലുള്ള കുത്തുകൾ കാണുമ്പോൾ സാധാരണക്കാരന്റെ രക്തം തിളച്ചു പോകുന്നത് സ്വാഭാവികമാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം നാടകങ്ങൾ കളിക്കുന്നത് കൊണ്ട് മാത്രം പാകിസ്ഥാന്റെ തകർച്ച തടയാനാകില്ല. ജനങ്ങളുടെ പണം ദൂർത്തടിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഈ വർക്ക്ഷോപ്പുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വിദേശ പിന്തുണയുള്ള പ്രോക്സികൾ ബലൂചിസ്ഥാൻ മണ്ണിൽ അക്രമം പ്രോത്സാഹിപ്പിക്കാനും അവിടുത്തെ സ്ഥിരത തകർക്കാനും സമാധാനം ഇല്ലാതാക്കാനും നിരന്തരം ശ്രമിച്ചിട്ടുമുണ്ട്. ഇതൊരു കാരണവശാലും വിജയിക്കാൻ അനുവദിക്കില്ല. പാകിസ്ഥാൻ ജനതയുടെ പിന്തുണയോടെ, സായുധ സേനയുടെ കടുത്ത പ്രതികരണത്തിലൂടെ അവരുടെ പദ്ധതികൾ ഞങ്ങൾ തകർത്തെറിയും എന്നും പാകിസ്ഥാൻ ആർമിയുടെ വിവരദോഷ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ തള്ളുകൾ നിറഞ്ഞ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ നിഷ്കരണം വെടിവെച്ചു കൊല്ലുന്ന പട്ടാളം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാട്ടാളൻ അഹിംസ പ്രസംഗിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ ഏകാധിപത്യ ഭരണം അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന് ഈ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്ന്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഇത്തരം പച്ചക്കള്ളങ്ങൾക്കൊന്നും ഇനി ആയുസ്സുണ്ടാകില്ല. ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സൈന്യത്തിന്റെ ഈ നടപടികൾക്കെതിരെ രാജ്യത്തിനകത്തു നിന്ന് പോലും ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ തള്ളുകൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ലെന്ന് പാക് ഭരണകൂടം വൈകാതെ മനസ്സിലാക്കും. സായുധ സേനയുടെയും നിയമനിർവഹണ ഏജൻസിയുടെയും ഈ തുടർച്ചയായ ക്രൂരതകൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുമെന്നാണ് അസിം മുനീർ അർത്ഥം വയ്ക്കുന്നത്. ഭീകരതയുടെയും സ്വന്തം തടി രക്ഷിക്കാൻ അവർ കണ്ടെത്തുന്ന പിന്തുണക്കാരുടെയും ഭീഷണി പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരായ ഈ വേട്ടയാടലുകൾ ശക്തമായി
ശക്തമായി തുടരുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ തോക്കിന് മുന്നിൽ നിർത്തി നടപ്പിലാക്കുന്ന ഏത് നയങ്ങളും പരാജയപ്പെടാനേ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. തോക്കിൻ നാളത്തിൽ സമാധാനം സ്ഥാപിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഇത്തരം ഭരണാധികാരികൾ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. സമാധാനത്തിന്റെ വക്താക്കളായി നടിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ രക്തം കുടിക്കുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്ന ഈ കിരാത ഭരണകൂടത്തിനെതിരെ ചരിത്രം വിധിയെഴുതുന്ന കാലം വിദൂരമല്ല. ബലൂചിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ കൊടും ഭീകരതയും ആക്രമണങ്ങളും കൂടുതൽ ശക്തമാക്കുമെന്നുള്ള പച്ചയായ ഭീഷണിയാണ് ഇയാൾ പരസ്യമായി മുഴക്കിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം ഫാസിസ്റ്റ് ശൈലികൾ ആധുനിക ലോകത്ത് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കുമ്പോൾ അവരെ അടിച്ചമർത്താൻ സൈന്യത്തെ ഇറക്കിവിടുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ന് മുഖം തിരിക്കുകയാണ്. അടിച്ചമർത്തലുകൾ കൂടുന്തോറും ജനങ്ങളുടെ പ്രതിഷേധാഗ്നി കൂടുതൽ ശക്തമായി പടരുമെന്നുള്ള സത്യം ഈ സൈനിക മേധാവികൾ മനസ്സിലാക്കുന്ന ദിവസം വിദൂരമല്ല. ഫാസിസ്റ്റ് ഭരണാധികാരികൾ എക്കാലത്തും ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് അധികാരം നിലനിർത്താൻ നോക്കുന്നത്. എന്നാൽ ആ ഭയം ഇല്ലാതാകുന്നതോടെ അവരുടെ പതനവും ആരംഭിക്കും. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് ഈ ഭീഷണികൾക്ക് മുൻപിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ ഈ ചെറുത്തുനിൽപ്പ് പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുമെന്നും ഉറപ്പാണ്. ഭൂവിസ്തീർണം അനുസരിച്ച് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അധികാരികൾക്ക് ഈ പ്രദേശത്തോട് പണ്ടേ കടുത്ത അവഗണനയും വിവേചനവുമാണ് ഉള്ളത്. ഈ പ്രവിശ്യ വളരെ കാലമായി കടുത്ത വിഘടനവാദ കലാപങ്ങളുടെയും ശക്തമായ പ്രതിഷേധങ്ങളുടെയും പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം അവരെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്ന ഭരണകൂടത്തിന്റെ നടപടി തികഞ്ഞ ജനാധിപത്യ ധ്വംസനമാണ്. വർഷങ്ങളായി തുടരുന്ന ഈ അവഗണനയാണ് ഇന്നത്തെ രൂക്ഷമായ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശത്തെ കൊള്ളയടിക്കുക മാത്രമാണ് ഇസ്ലാമാബാദ് ഭരണകൂടം ഇതുവരെ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് അർഹമായ വികസനമോ അടിസ്ഥാന സൗകര്യങ്ങളോ നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. സ്വന്തം രാജ്യത്തെ പാവം ജനങ്ങളുടെ വിഭവങ്ങൾ വിദേശ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ കൊള്ളയടി ഭരണകൂടം തന്നെ നേരിട്ട് നടപ്പിലാക്കുകയാണ്. ഇത്തരം ജനകീയ രോക്ഷങ്ങൾക്കിടെ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യവും കനത്ത പ്രഹരങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായിട്ടുണ്ട് എന്നത് പരസ്യമായ സത്യം കൂടിയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സാമ്പത്തിക ചൂഷണങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല. ചൈനീസ് ലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സ്വന്തം രാജ്യത്തെ ഭൂമിയും വിഭവങ്ങളും അടിയറവ് വയ്ക്കുന്ന ഈ ഭരണാധികാരികൾ ദ്രോഹികളല്ലാതെ മറ്റെന്താണ്? അവിടുത്തെ ജനങ്ങളുടെ അന്നം മുടക്കി വിദേശികൾക്ക് വിരുന്നു നൽകുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ ഭരണകൂടവും ചേർന്ന് ബലൂചിസ്ഥാനിലെ അമൂല്യമായ ധാതു വിഭവങ്ങൾ കൊള്ളയടിച്ച് ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ അവിടുത്തെ പ്രാദേശിക സമൂഹങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ന്യായമായ പങ്ക് പോലും നൽകുന്നില്ല എന്നാണ് വിഘടനവാദി ഗ്രൂപ്പുകൾ ശക്തമായി ആരോപിക്കുന്നത്. എന്നാൽ സ്വന്തം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇസ്ലാമാബാദ് ഭരണകൂടം ഈ പച്ചയായ സത്യങ്ങളെല്ലാം ലജ്ജയില്ലാതെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ജനങ്ങളുടെ വിശപ്പകറ്റാൻ വഴിയില്ലാത്തവർ വൻകിട കൊള്ളക്കാരുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന ഈ കപട സംസ്കാരം പാകിസ്ഥാന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് മുഴുവൻ കട്ടുമുടിക്കുന്ന ഈ ഭരണാധികാരികളുടെ കൊള്ളരുതായ്മകൾക്കെതിരെ ചരിത്രം വിധി പറയുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ അധ്വാനം ചൂഷണം ചെയ്ത് ആഡംബര ജീവിതം നയിക്കുന്ന ഈ ജനറലുകൾക്കുള്ള മറുപടി ആ ജനത തന്നെ നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ബലൂചിസ്ഥാൻ തങ്ങൾക്കേറ്റ രാഷ്ട്രീയ പരാജയങ്ങളും കനത്ത അസ്വസ്ഥതകളും മൂടിവെക്കാൻ പാകിസ്ഥാൻ എപ്പോഴും പല്ലും നഖവും ഉപയോഗിച്ച് ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തരം പച്ചക്കള്ളങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഉണ്ടാവുന്നത്. സ്വന്തം രാജ്യത്തെ കെടുകാര്യസ്ഥത മറച്ചുപിടിക്കാൻ ഇന്ത്യയെ പഴിചാരുന്ന ഈ പഴയ പല്ലവി ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കനത്ത പ്രഹരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഴി തോണ്ടുന്ന ഈ വിനാശകരമായ നയങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും പിന്മാറിയില്ല എങ്കിൽ ആ രാജ്യം പൂർണ്ണമായും തകർന്നടിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ, ജനങ്ങളെ വഞ്ചിച്ചും അയൽ രാജ്യങ്ങളെ പഴിചാരിയും അധികാരം നിലനിർത്താമെന്ന പാകിസ്ഥാന്റെ വ്യാമോഹം അധികകാലം നീണ്ടു നിൽക്കില്ല. ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ന് കണ്ണു തുറന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ കിരാതവാഴ്ചയ്ക്ക് ഉടൻ തന്നെ അന്ത്യം കുറിക്കപ്പെടും എന്ന കാര്യത്തിലും തീർച്ചയാണ്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.